വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഡ്യൂഡ് ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ ഇന്ന് ഡ്യൂഡിന് ഒരു പ്രാങ്ക് കൊടുക്കുകയാണ് ഗൈസ്. ഇപ്പൊ നാളെ ഞാൻ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എനിക്കായിരിക്കും അന്നത്തെ പണി തരിക. അപ്പൊ ഇന്നത്തെ പണി എന്താ വെച്ചാൽ ഈ പ്രാങ്കിന് ഒരു പേരുണ്ട്, സൂപ്പർ ഗ്ലൂ പ്രാങ്ക് എന്നാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിന് ഇത് ആരെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്, ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇക്കന്റെ മേലെ പരീക്ഷിക്കുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ താരം നമ്മൾ സൂപ്പർ ഗ്ലൂ ആണ് ഗൈസ്. ഞാൻ പല തരത്തിലുള്ളത് മേടിച്ചിട്ടുണ്ട്, ഏതാ സെറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ താരം ആരായിരുന്നു? കട്ട്ലേറ്റ് ആയിരുന്നു, ഭയങ്കര എരിവിട്ടിട്ടുള്ള കട്ട്ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിടിലം പണിയും കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, മൈദ കലക്കിയ വെള്ളം എൻ്റെ തലയിൽ കൂടി ഒഴിച്ച് ആ അവസ്ഥയിൽ ഇരുന്നിട്ടായിരുന്നു എൻ്റെ സിൽവർ പ്ലേ ബട്ടൺ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ ഇട്ടത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാങ്ക് ഞാൻ ഒരുപാട് കാലമായി ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇത് ചെയ്യുന്നത്. എങ്ങനെ വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞത് ഇത് വെച്ച് ചെയ്യണം ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഉച്ചയാണ് ടൈം. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയില്ലേ? ഫുഡൊക്കെ റെഡി ആയി. അപ്പോൾ ടൈമായി. ഇക്ക മേലാണ്. അപ്പോൾ ഞാൻ ഇക്കനെ വിളിക്കുക, ഫുഡ് റെഡിയായി പറയും. അപ്പോൾ ഇക്ക വരുന്ന ആ ടൈമിൽ ഞാൻ വേഗം സൂപ്പർ ഗ്ലൂ ഇക്ക ഇരിക്കുന്ന ചെയറിൽ ഞാൻ ഫുള്ളാക്കിയിടും. ഇക്ക വന്ന് അവിടെ ഇരിക്കും, ഫുഡ് കഴിക്കും, ലാസ്റ്റ് കൈ കഴിഞ്ഞിരിക്കും. അപ്പോഴാണ് സീനാവുന്നത്. അത് നമുക്ക് കണ്ടറിയാം ഗൈസ്. ഗൈസ് ഈ പാവക്കുട്ടി നമ്മളെ ലാസ്റ്റിന്റെ ഫേവറേറ്റ് ആയിരുന്നു. എവിടാന്ന് അറിയില്ലായിരുന്നു ഇത്രക്ക് ദിവസം, പെട്ടെന്ന് കാണാതായതാണ്. ലാസി നമുക്ക് ഇട്ട് നോക്ക് ലാസിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്. ലാസി എന്താ നിന്റെ മുത്ത്? എന്താ ലാസി കളിച്ചോ? എന്താ സ്നേഹം, ലാസി ലാസി ലാസി. വായൊക്കെ തുറന്നല്ലോ. കളിച്ച ഡ്രാക്കുളാന്ന് തോന്നുന്നത്. നേരെ കഴുത്തിലേക്ക് കടി പോകുന്നത്. ഡ്രാക്കുള ബൈ ലാസ്റ്റ് ഡ്രാക്കുള. അതാ എന്നെ കടിക്കില്ലേ. ഞാൻ പാവാടേ. ഫുഡ് ഒന്നും റെഡി ആവുന്നവരെ നമുക്ക് ലാസിന് കളിപ്പിച്ചോണ്ടിരിക്കുക. ഞാനും ലാസി എപ്പോഴും ഫൈറ്റ് കൂടാറുണ്ട് ഇത് വെച്ചിട്ടാണ്. അപ്പൊ എന്റെ കൈമിൽ സ്ക്രാച്ച് ഒന്നും ആവത്തില്ല. ലാസി വാ ലാസി കണ്ടു ലാസി ഇതിന്റെ കൈ വെച്ചിട്ട് ഞാൻ ഇതിനെ തല്ല. വായൊക്കെ തുറക്കുന്നു, ആക്കിട്ടുണ്ട്. തൊടാ സമ്മതിക്കില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ടേബിൾ. ഡ്യൂഡിന് ഇവിടെ ഇരുത്തണോന്നാണ് ഡൗട്ട്. കാരണം ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ക്യാമറ എവിടെയൊക്കെ വെച്ചിട്ട് ലൈറ്റ് കിട്ടുന്നെന്ന്, അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കണല്ലോ അമ്മ. ഗൈസ് നമ്മളെ കൂടെ ഫുഡ് കഴിക്കുകയൊക്കെ നമ്മളെ ഫൈറ്റർ കൂടെ ഉണ്ട്. ലാസി നീ റെഡിയല്ലേ ഇക്കനെ പറ്റിക്കാനി? റെഡിയല്ലേ ലാസി? അപ്പൊ ഗൈസ് ഫുഡൊക്കെ സെറ്റ് കഴിഞ്ഞതായി. ഞാൻ സൂപ്പർ ഗ്ലൂ ചെറുമ കൊണ്ടേയാക്കാൻ പോവാണ്. ചെറുമ കൊണ്ടേയാക്കില്ല, അപ്പം ഞെക്കനെ പോയി വിളിച്ചു കൊണ്ടുവരും ഗൈസ്. നല്ല ചോറങ്ങോട്ട് ഇട്ട് കൊടുക്ക്. എത്ര വേണം? ഇട്ടെടുക്കല് തോന കഴിക്കണോ മാതിരി. അങ്ങനല്ല ഇതില് അതെല്ലാം എടുത്തിട്ട് പാത്രത്തിൽ ഇങ്ങനെ പെട്ട് ചെറു സാമ്പാർ അത് കഴിച്ചിട്ടില്ല. ഓർക്ക് കൊടുക്ക്, ചോറ് കൊടുത്തല്ലേ കൊടുപ്പേ എടുത്ത് പിന്നെ ഇതെടുക്ക്. ഓർക്ക് കൊടുക്ക്. ഞാൻ എടുത്തോളാം. നിങ്ങൾ എന്താ ഇങ്ങനെ ആക്കണേ? എടുത്തോളാന്നില്ലേ? ഒത്തിരി ചൂടോർക്കടി. ഞാൻ റൂമിൽ വന്നതാ. അതല്ല ഒരു ഇത് പൊളിക്കുക അല്ലെ? നിങ്ങളെടുക്ക മതി. മുറിവ് എന്തുണ്ട് നമ്മൾ അതിലെന്ത് കഴിച്ച പിന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആവുന്ന അച്ചാർ എടുത്തേക്കാം. മാങ്ങ കഷ്ണം ഇട്ടായി. നിന്റെ ടാബിന് സുഖല്ലേ? ടാബിന് സുഖല്ലേ?
കേട്ടോ. എന്താ ബബിൾക്കോ? എന്താ ബബിൾക്കോട്ട് ചോദിച്ചേ? എന്താ ബബിൾക്കൊന്നുമില്ല. ഇത് നായ്ച്ചാട്ടി അറിയില്ലല്ലേ എവിടെ ക്യാമറ എന്തൊരു ചൂട് പോലെ കൂടെ തരുമോളെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ജീൻസ് അല്ലേ ഇട്ടത്? കറക്റ്റ് മോഡൽ പാന്റ് കഴിഞ്ഞ് പോണ്ടൊക്കെ ജീൻസ് ടീഷർട്ടിന് സംഭവിച്ച പുന്നാര മോളെ കൊന്നുകളെ വേറെ വെറൈറ്റി നല്ലോണം ഇതായില്ലേ. വാ സൂപ്പർ ഗ്ലൂ സൂപ്പർ ഗ്ലൂ അയിമ പിടിച്ചിട്ട് ഇങ്ങനത്തെ തുണി ആയോണ്ട് എനിക്കൊന്ന് ജീൻസ് ഇട്ടിട്ട് എനിക്ക് നീച്ച് നിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ വന്നിരുന്നപ്പോഴേ എന്താണെന്താ തൈര് തൈര് ഞാൻ വന്നിരുന്നപ്പോ എന്തോ ഒരു ചെറിയൊരു ചൂട് കിട്ടിയില്ലായിരുന്നു. പക്ഷെ അത് നീ വരുന്ന ടൈമില് ഞാൻ ആക്കി. ഞാൻ ചേച്ചിനോട് പോകുന്നതിന്റെ ഒരു ചൂടായിരിക്കും. കോഴി എണ്ണ പെട്ടെന്ന് ഓടൊന്നും നോക്കൂലല്ലോ. ഇത് നല്ല രസം. ഇങ്ങനെ പോയി പാടത്തടങ്ങാനും പോയി നിൽക്കും. നല്ല പൈസ കിട്ടും. ആ കുറച്ച് പോരുണ്ട് തോന്നുന്നു. അനക്കുള്ള അല്ല അല്ല നീ ഇതെങ്ങനെ എടുക്കുന്നത്? എല്ലാരും കണ്ണുമ്പിക്കോളി ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എണീക്കാൻ എണീറ്റ് ഇത് ജീൻസ് ഇട്ട് നീ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നാളത്തെ വീഡിയോ ഡ്യൂട്ടി മുഖം കഴിക്കണ ഒക്കെ സൂപ്പർ ഗ്ലൂ ലൈക്ക്. മേക്കപ്പ് സെറ്റിലുള്ളവരെ സൂപ്പർ ഗ്ലൂ. അങ്ങോട്ട് വാ. കൊണ്ടോ ഇക്കാന്ന് കാണട്ടെ ഒരു മിനിറ്റ്. ഇക്കാന്ന് കാണട്ടെ കോല ഈ സൈഡ് 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 ഒന്ന് കാണട്ടെ കാണട്ടെ. വൗ വാട്ട് എ ലുക്ക്. എന്താ ഭംഗി. വിത്ത് ചേർ എവിടെ പോയാലും കൂടെ ചേർ. ഇക്ക എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഇക്കൊന്ന് എനിക്കൊന്ന് എണീച്ചിട്ടാ. ഞാനൊന്ന് അവിടെ ഇരിക്കട്ടെ. ഇക്കൊന്ന് എണീച്ചിട്ടാക്ക. ഞാൻ ഇരിക്കട്ടെ. എന്റെ കഴിഞ്ഞോ? എന്റെ വീഡിയോ കഴിഞ്ഞോ? അയ്യോ വാട്സപ്പ് കേസ് ആണ് തുടങ്ങിണ്ടാവില്ലല്ലേ? ഞാൻ നോക്കട്ടെ. വലിയ സംഭവമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാണാം. കാണാം നാളെ ഡ്യൂട്ടി പോകുമ്പോൾ ഇവിടെ ബെഡും കൂടി ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ ശരിയാക്കി തരാം. എന്റെ പുതിയ ഡ്രസ്സല്ല പഴയതാണ്. മോളത് നല്ലോണം ഒട്ടിപ്പോയല്ലോ പഠിച്ചോനെ. ഞാൻ മോളിലോട്ട് പോയിക്കോളാം. എനിക്ക് എന്റെ ഇത്ര വിചിത്രമായ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ ആ ചേർ എന്ത് ചെയ്യൂ? ഞാൻ അവിടെ വെച്ചോളാം. ഈ പോയിക്കോ. ഞാൻ അവിടെ വെച്ചോളാം. ഈ ചേർ എന്ത് ചെയ്യൂ? ഞാൻ അവിടെ വെച്ചോളാം. പോരട്ടെ പോരട്ടെ. കീറില്ലേ കീറില്ലേ. വാ കിടിലും പവറല്ലേ കൈനി. ഇപ്പഴേക്ക് മനസ്സിലായില്ലേ? പടച്ചോനെ കേറി. വാ പൊളിച്ച് പൊളിച്ച് പൊളിച്ച്. അരേ വാ. എങ്ങനെയായിരുന്നു? ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ട് ഇങ്ങനെ പലരും പറ്റും. അപ്പോഴേ ഞാൻ വിചാരിക്കുന്നതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണം. ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു ചേറ് ഒരാളെ മേത്ത് ഒട്ടില്ല. എങ്ങനെ ഇരിക്കാം ഫീലിംഗ്. കൈ പോലും കഴുകാൻ കഴിയാത്ത. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് താങ്ക്സ് പറയാണ്ട്. ഇങ്ങനെ എനിക്കൊരു നമ്മൾ എന്ത് സംശയം നമ്മള് തീർക്കണമെന്നാ. അപ്പൊ ഈ സംശയം എനിക്ക് അതിനെ തീർന്ന് കിട്ടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരാളെ ചേർ ഇങ്ങനെ കുടുങ്ങി എന്താണ്, എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് പൊളിച്ചെടുക്കണം. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സംഭവിച്ചാല് ഇതൊക്കെ ചെയ്യാം. കഴിഞ്ഞല്ലേ? ചോറ് കെട്ടുന്ന കയ്യില്ല. എത്ര ഷോട്ട് എടുത്ത്? എന്തൊക്കെ എടുത്ത്? ഒന്നും ചെയ്യൂല. പേടിക്കണ്ട. ചോറ് തിന്നുന്നതിന് മുമ്പ് എന്നെ വിളിക്കാൻ മുമ്പ് ഞാൻ അവിടെ ക്യാമറ വെച്ച ഷെൽഫിന്റെ ഉള്ളില് ക്യാമറ വെച്ച് ടൈമിന് ഞാൻ വേഗം അതാ. കാരണം ഇത് സ്പോഞ്ച് അമ്മയ്ക്ക് ഒരു പെടുത് കുടിച്ചു പോകുന്നു. ഭാഗ്യത്തിന് ഭാഗ്യം ഞാൻ തോരണ്ടാണ്. ഞാൻ അങ്ങനെ ചറ പറന്ന് ആക്കി. നീ എല്ലാം കഴിഞ്ഞില്ലേ? എനിക്ക് തുടരാലോ. കൈ അപ്പം ഇവൾക്ക് എന്താണ് ഞാൻ കൊടുക്കേണ്ടതായ കമന്റ്? ഇതിപ്പോ നിനക്കെന്തേ കുഴപ്പം?
ഇവരെ സൂപ്പർ ഗ്ലൂ മുക്കുന്നതാണോ അതോ സോപ്പിൽ സൂപ്പർ ഗ്ലൂ കയറ്റി വെക്കുന്നതാണോ മേക്കപ്പ് സെറ്റിൽ സൂപ്പർ ഗ്ലൂ കയറ്റി വെക്കുന്നതാണോ അതോ ലിപ്സ്റ്റിക്കിൽ എന്താ പറയാ വേറെ എന്തെങ്കിലും ചൊറിയുടെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നതാണോ അങ്ങനെ എന്തെങ്കിലും ഒരു പണിയായിട്ട് നാളെ വരും ഗൈസ് എനിക്ക് ജീൻസ് പുതിയ ജീൻസ് ആവോ ഈ ഒരു ഇതിട്ടിട്ട് എനിക്ക് ഇനി പുറത്തു പോകാൻ കഴിയില്ല. ഇത് പോയി ഗൈസ്, ഇത് പോയി. ഞാൻ ഭയങ്കര ശാന്തനായി ഇമോഷണലൊക്കെ ഞാൻ ഉള്ളിൽ അടക്കി ഞാൻ പറയുകയാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ഇവളുണ്ടെങ്കിൽ നാളെ കാണാം. ഓക്കെ, നാളെ 5 മണിക്ക് സിൽവർ ബട്ടൺ ഞാൻ എങ്ങനെ അൺബോക്സ് ചെയ്ത് കളിക്കല്ലേ. കൊറേ പണികൾ കൊടുക്കണായോണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അത് കരുതിയിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇന്ന് നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം ഗൈസ്. ഓക്കെ, സീ യു സൂൺ. പീസ്.